Dear students, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോമ്പൻസേഷനെ കുറിച്ചും കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിനെ കുറിച്ചും അതുപോലെ വേജ് സിസ്റ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സിനെ കുറിച്ചെല്ലാം ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വേജ് സിസ്റ്റം ആണ്. There are mainly three important methods of wage payment. They are first one time wage system, second one piece wage system, then incentive wage system. First of all, what is time wage system? എന്താണ് ടൈം വേജ് സിസ്റ്റം? അണ്ടർ ദിസ് സിസ്റ്റം വേജസ് ഓർ സാലറീസ് ആർ പെയ്ഡ് അക്കോർഡിംഗ് ടു ദി ടൈം സ്പെൻഡ് ഓൺ ദി ഗിവൺ ജോബ്. ഒരു എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ എത്ര ടൈം വർക്ക് ചെയ്തോ എത്ര ടൈം സ്പെൻഡ് ചെയ്തോ അതിൻ്റെ ബേസിലാണ് ഈ ഒരു സിസ്റ്റം പ്രകാരം അയാളുടെ വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദിസ് സിസ്റ്റം ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ക്വാളിറ്റി റാദർ ദാൻ ക്വാണ്ടിറ്റി ഓഫ് വർക്ക്. ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ ടൈമിൻ്റെ ബേസിൽ സാലറി കണക്കാക്കപ്പെടുന്നത്. ഇത്ര സമയം കൊണ്ട് എത്ര പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിനേക്കാളേറെ എത്ര ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് അയാൾ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് നോക്കുന്നത്. ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ടൈം വേജ് സിസ്റ്റം. ഇതിന് ഒരുപാട് മെറിറ്റ്സും ഉണ്ട്, അതുപോലെ ഡീമെറിറ്റ്സും ഉണ്ട്. ആദ്യം തന്നെ എന്തെല്ലാമാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ മെറിറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ടൈം വേജ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന് അവരുടെ റെമ്യൂണറേഷൻ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് ബിക്കോസ് ദി വർക്കർ ഹാസ് നോ ഹറി ടു കംപ്ലീറ്റ് ദി വർക്ക്. നേരത്തെ പറഞ്ഞു, ഈ ഒരു സിസ്റ്റം പ്രകാരം ക്വാണ്ടിറ്റിക്ക് യാതൊരുവിധ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഒരുപാട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് കൂടുതലായിട്ട് ഒരു റെമ്യൂണറേഷനും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് അവരുടെ ടൈമിനനുസരിച്ച് മാക്സിമം ക്വാളിറ്റിയിൽ ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. തേർഡ് വൺ, ഇറ്റ് ഗിവ്സ് വർക്കേഴ്സ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി. വർക്കേഴ്സിന് അവരുടെ വേജിൻ്റെ കാര്യത്തിൽ ഒരു സെക്യൂരിറ്റി ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എംപ്ലോയീസിന് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസോ വരികയാണെങ്കിൽ, അതായത് സിക്നെസ്സോ ഇഞ്ചുറിയോ ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ വരും. പക്ഷേ അങ്ങനെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ വന്നാലും അവരുടെ സാലറി ഒരിക്കലും ഈ ഒരു സിസ്റ്റം പ്രകാരം ഡിക്രീസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ എംപ്ലോയീസിന് ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Fourth one, the trade unions accept this method because it does not make any distinction between workers on the basis of performance. ട്രേഡ് യൂണിയൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ് ടൈം വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സിസ്റ്റം പ്രകാരം വർക്കേഴ്സിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിൽ ഒരിക്കലും അവിടെ ഒരു ഡിസ്റ്റിങ്ഷൻ കാണിക്കുന്നില്ല. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വർക്കേഴ്സ് എന്നോ മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വർക്കേഴ്സ് എന്നോ എന്ന് പറഞ്ഞിട്ട് അവരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നില്ല. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ ഒരിക്കലും നോക്കുന്നില്ല. മാക്സിമം ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഫിഫ്ത്ത് വൺ, ഇറ്റ് പ്രൊട്ടക്ട്സ് വർക്കേഴ്സ് ഫ്രം ഓവർ വർക്ക് ആൻഡ് ഫാറ്റിഗ്. വർക്കേഴ്സിന് ഓവർ വർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു പ്രോഡക്ട്സിൻ്റെ യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ വേജ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ പല ആളുകളും ഒരുപാട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും, ഓവർ വർക്ക് ചെയ്യുന്നതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ അതൊന്നും നോക്കാത്തത് കൊണ്ട് തന്നെ എംപ്ലോയീസിന് ഓവർ വർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഈ ഒരു സിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സേവ് മെഷീൻസ് ഫ്രം ഓവർലോഡ് ആൻഡ് ഡാമേജ്. ഒരുപാട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇവിടെ മെഷീൻസിൻ്റെ ഓവർലോഡ് അതുപോലെ മെഷീൻസ് ഡാമേജ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. ഒരുപാട് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് തന്നെ മെഷീൻസ് ഡാമേജ് ആവാനും ഓവർലോഡ് ആവാനുള്ള ഒക്കെ സാധ്യതകൾ ഇത് റിമൂവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഗ്യാരണ്ടീസ് റെഗുലർ ആൻഡ് ഫിക്സഡ് വേജസ് ടു എംപ്ലോയീസ്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, എംപ്ലോയീസിന് സെക്യൂരിറ്റി കൊടുക്കുന്നുണ്ട്. ഒരു ഫിക്സഡ് വേജസ് എംപ്ലോയീസിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽപ്സ് ടു ക്രിയേറ്റ് ഗുഡ് റിലേഷൻ വിത്ത് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റായിട്ട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യാനും ഈ ഒരു സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് ടൈം വേജ് സിസ്റ്റത്തിൻ്റെ മെറിറ്റ്സ്. ഇനി ഇതിന് ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. എന്തെല്ലാമാണ് ഡീമെറിറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എഫിഷ്യൻ്റ് ആൻഡ് ഇൻഎഫിഷ്യൻ്റ് വർക്കേഴ്സ്. നേരത്തെ മെറിറ്റ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു
ടൈം വേജ് സിസ്റ്റം ഡസ് നോട്ട് മേക്ക് എനി ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വർക്കേഴ്സ് ഓൺ ദി ബേസിസ് ഓഫ് പെർഫോമൻസ്. പെർഫോമൻസിൻ്റെ ബേസിൽ എഫിഷ്യൻ്റ് വർക്കേഴ്സ്, ഇന്നെഫിഷ്യൻ്റ് വർക്കേഴ്സ് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അവർ നടത്തുന്നില്ല. അത് മെറിറ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ഒരു ഡീമെറിറ്റ് സൈഡും കൂടെ ഉണ്ട്. കാരണം 2 പേർക്കും ഒരേ സാലറിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് ഒരു ചിന്ത ഉണ്ടാവും, എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര കൂടുതൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്, ബാക്കിയുള്ള ആളുകൾക്കും നമ്മുടെ അതേ സാലറി കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇത്ര എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചിന്ത എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ ഡിമോട്ടിവേറ്റഡ് ആവും. സെക്കൻഡ് വൺ, കണ്ടിന്യൂസ് ആൻഡ് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഈസ് റിക്വയർഡ്. ടൈം വേജ് സിസ്റ്റം പ്രകാരം എത്ര ഹവേഴ്സ് വർക്ക് ചെയ്തു എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് നോക്കുന്നില്ല. അവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാതെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എംപ്ലോയീസ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ ആവശ്യമുണ്ട്. തേർഡ് വൺ, ഡിഫിക്കൽട്ട് ടു മെഷർ ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റ് മെഷർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് അവരുടെ വേജസിന് പ്രോപ്പറായിട്ടുള്ള വേജ് പ്രൊവൈഡ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം ഇവിടെ കൊടുക്കുന്ന വേജും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തും തമ്മിൽ യാതൊരുവിധ ബന്ധമില്ല. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കുറച്ചാണോ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് അവിടെ നോക്കുന്നില്ല. ടൈം സ്പെൻഡ് ചെയ്ത് മാത്രമാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് എടുക്കുന്ന എഫേർട്ടിന് തുല്യമായിട്ടുള്ള ഒരു റിവാർഡ് ചിലപ്പോൾ അവർക്ക് കിട്ടാതെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് അവരെടുക്കുന്ന എഫേർട്ടിനേക്കാൾ കൂടുതൽ റിവാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ ലേബർ കോസ്റ്റ്. ഫോർത്ത് വൺ, in time wage system workers are paid for the time and not for the output, hence workers are not getting any proper reward. തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. വർക്കേഴ്സ് ചെയ്യുന്ന വർക്കിന് തുല്യമായിട്ടുള്ളൊരു വേതനം അവർക്ക് കിട്ടാതെ വരും. ചില ആളുകൾക്ക് അവർ ചെയ്ത എഫേർട്ടിനേക്കാൾ കൂടുതൽ റിവാർഡ് കിട്ടാം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അവരെടുത്ത എഫേർട്ടിൻ്റെ അത്ര തന്നെയുള്ള റിവാർഡ് കിട്ടാതെ വരാം. കാരണം ടൈം മാത്രമാണ് അവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത്. ഔട്ട്പുട്ട് എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് അവിടെ ബേസ് ആയിട്ട് കണക്കാക്കുന്നില്ല. ഇത്രയാണ് ടൈം വേജ് സിസ്റ്റത്തിൻ്റെ ഡീമെറിറ്റ്സ്. സെക്കൻഡ് വൺ, പീസ് വേജ് സിസ്റ്റം. ടൈം വേജ് സിസ്റ്റത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പീസ് വേജ് സിസ്റ്റം. അണ്ടർ ദിസ് മെത്തേഡ് wages are paid according to the quantity produced by the employees at a given time, so it is productivity based. ടൈം വേജ് സിസ്റ്റത്തിൽ ടൈം ഹവേഴ്സ് സ്പെൻഡ് ചെയ്തതാണ് ബേസ് ആയിട്ട് എടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പക്ഷേ പീസ് വേജ് സിസ്റ്റത്തിലോ ഈ സ്പെൻഡ് ചെയ്ത ടൈമിൽ എത്ര യൂണിറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഓരോ എംപ്ലോയിയും എത്ര യൂണിറ്റ് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തു അതിൻ്റെ ബേസിലാണ് ഇവർക്കുള്ള വേജ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രോഡക്റ്റിവിറ്റി ബേസ് ആയിട്ടുള്ള ഒരു വേജ് സിസ്റ്റമാണ്. ഇനി ഇതിനും ഒരുപാട് മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. ആദ്യം തന്നെ എന്തൊക്കെയാണ് പീസ് വേജ് സിസ്റ്റത്തിൻ്റെ മെറിറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു കാൽക്കുലേറ്റ്. ടൈം വേജ് സിസ്റ്റം പോലെ തന്നെ പീസ് വേജ് സിസ്റ്റം എന്താണ്, അതിൻ്റെ വേജ് ഡിറ്റർമിനേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനും വളരെ ഈസിയാണ്. കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റിൻ്റെ അളവിനനുസരിച്ചാണ് ഇവർ വേജ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സെക്കൻഡ് വൺ, സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഈസ് നോട്ട് റിക്വയർഡ്. ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർവിഷൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്, എംപ്ലോയി എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് ലാസ്റ്റ് നമുക്ക് മനസ്സിലാവും. പക്ഷേ ടൈം വേജ് സിസ്റ്റത്തിൽ അങ്ങനെ നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് നോക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ എടുക്കുന്ന ടൈം വെറുതെ വേസ്റ്റാക്കി കളയുന്നുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ആവശ്യമായിട്ട് വരുന്നത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. തേർഡ് വൺ, കോസ്റ്റ് പെർ യൂണിറ്റ് ക്യാൻ ഈസിലി ബി കാൽക്കുലേറ്റഡ്. ഓരോ യൂണിറ്റിൻ്റെയും കോസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർത്ത് വൺ, ഹെൽപ്സ് ടു റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഒരു സിസ്റ്റത്തിൽ ഒരുപാട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലാണ് ലേബേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്താവും, നമുക്ക് കോസ്റ്റ് കുറക്കാൻ പറ്റും. ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് അളവിൽ നമ്മൾ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഓരോ കോസ്റ്റ് പെർ യൂണിറ്റ് കുറക്കാൻ പറ്റും. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ക്യാൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എഫിഷ്യൻ്റ് ആൻഡ് ഇൻഎഫിഷ്യൻ്റ് വർക്കേഴ്സ്.
ടൈം വേജ് സിസ്റ്റത്തിൽ അവിടെ എഫിഷ്യൻറ്റും ഇൻഎഫിഷ്യൻറ്റും വർക്കേഴ്സ് തമ്മിൽ യാതൊരുവിധ ഡിസ്റ്റിങ്ഷനും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സും എന്നുള്ളൊരു ഡിസ്റ്റിങ്ഷൻ വരുത്തുന്നുണ്ട്. കാരണം എന്താണ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് ഒരുപാട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തന്നെ അവരുടെ റിവാർഡും കൂടുതലായിരിക്കും. ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് ആണെങ്കിൽ അവർക്ക് അത്ര തന്നെ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, അതുകൊണ്ട് അവരുടെ റിവാർഡ് എന്നുള്ളതും എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. ഈ ഒരു ഡിസ്റ്റിങ്ഷൻ പീസ് വേജ് സിസ്റ്റത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ടൈം വേജ് സിസ്റ്റത്തിൽ എല്ലാ ആളുകൾക്കും ഒരേ സാലറിയാണ്. ഒരു 4 മണിക്കൂർ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എഫിഷ്യൻ്റ് ആയാലും ഇൻഎഫിഷ്യൻ്റ് ആയാലും അവർക്ക് ഒരേ സാലറിയാണ് കൊടുക്കുന്നത്, ഒരേ വേജ് ആണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ബേസിൽ ഒരുപാട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് ഹയർ വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പീസ് വേജ് സിസ്റ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള മെറിറ്റ്സ്. ഇനി പീസ് വേജ് സിസ്റ്റത്തിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വർക്കേഴ്സ് ഫോക്കസസ് ഓൺ ക്വാണ്ടിറ്റി ആൻഡ് നോട്ട് ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. ഒരുപാട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും ക്വാളിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ലോ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ആ ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷന്, ഗുഡ്വില്ലിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് വൺ, മിനിമം വേജ് ആർ നോട്ട് ഗ്യാരണ്ടീഡ്. ടൈം വേജ് സിസ്റ്റത്തിൽ ഒരു സെക്യൂരിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു മിനിമം വേജ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ കൊണ്ടോ മറ്റോ അവർക്ക് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി കുറഞ്ഞു പോയാലും അവരുടെ മിനിമം വേജ് ഒരിക്കലും ഓർഗനൈസേഷൻ ഡിക്രീസ് ചെയ്യുന്നില്ല. പക്ഷേ പീസ് വേജ് സിസ്റ്റത്തിൽ അങ്ങനെ ഒരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല. യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റിവാർഡ് കൊടുക്കുന്നത്, ഒരിക്കലും ഒരു മിനിമം വേജ് അവർക്ക് കൊടുക്കുന്നില്ല. തേർഡ് വൺ, ദർ ഈസ് ഹൈ ചാൻസ് ഓഫ് മെഷീൻ ബ്രേക്ക് ഡൗൺ. ഒരുപാട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ആ മെഷീൻ ബ്രേക്ക് ഡൗൺ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ടൈം വേജ് സിസ്റ്റത്തിൽ അങ്ങനെ ഒരു ചാൻസ് ഇല്ല. ഇവിടെ ക്വാളിറ്റിക്കാണല്ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇവിടെ ക്വാണ്ടിറ്റി ആണ്. ഒരുപാട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മെഷീൻ ബ്രേക്ക് ഡൗൺ ആവാനുള്ള ചാൻസും കൂടുതലാണ്. നെക്സ്റ്റ്, പ്രൊമോട്ട് ജലസി ഇൻ ദി മൈൻഡ് ഓഫ് എംപ്ലോയീസ്. ഈ ഒരു സിസ്റ്റത്തിൽ എഫിഷ്യൻ്റ് വർക്കേഴ്സ്, ഇൻഎഫിഷ്യൻ്റ് വർക്കേഴ്സ് എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവുന്നുണ്ട്. എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് കൂടുതൽ റിവാർഡ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു ജലസി, അതുപോലെ ഒരു കോൾഡ് വാറൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ്, ദിസ് സിസ്റ്റം ഈസ് ഒപ്പോസ്ഡ് ബൈ ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ ഈ ഒരു സിസ്റ്റത്തെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഒപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, എംപ്ലോയീസ് തമ്മിൽ ഒരു ജലസി, ഒരു കോൾഡ് വാറൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ട്രേഡ് യൂണിയൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ടൈം വേജ് സിസ്റ്റമാണ്. ഇത്രയാണ് പീസ് വേജ് സിസ്റ്റത്തിൻ്റെ ഡീമെറിറ്റ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വേജ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രോസസ് ഓഫ് വേജ് ഡിറ്റർമിനേഷൻ. ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ, സ്റ്റേജുകളിലൂടെ പോയിട്ടാണ് നമ്മൾ വേജ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ജോബ് അനാലിസിസ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് സ്റ്റഡിങ് ആൻഡ് കളക്ടിങ് ഇൻഫർമേഷൻ റിഗാർഡിങ് എ പെർട്ടിക്കുലർ ജോബ്. It is required to analyze the job and preparation of job description and job specification to know the job responsibilities and their worth. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ജോബിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നെടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഈ കളക്ട് ചെയ്ത ഇൻഫർമേഷന് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ആ ജോബിൻ്റെ പേരെന്താണ്, ആ ജോബിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ആ ജോബ് ഏറ്റെടുക്കുന്ന ആൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ്, ആ ജോബ് ഏറ്റെടുക്കേണ്ട ആൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ്, അതുപോലെ എന്താണ് അതിൽ ലൊക്കേഷന്, ഈ ജോബ് മറ്റുള്ള ജോബുമായിട്ടുള്ള റിലേഷന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് എന്ത് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതേണ്ടത്. ഇനി എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ? അതും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മിനിമം ആക്സെപ്റ്റബിൾ ഹ്യൂമൻ ക്വാളിറ്റീസ് നെസസറി ടു പെർഫോം എ ജോബ് പ്രോപ്പർലി. ഈ ജോബ് കൃത്യമായിട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ്, എംപ്ലോയീസിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് എഴുതുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷനിൽ ആ ജോബിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ജോബിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുന്നത്. ജോബ് സ്പെസിഫിക്കേഷനിലോ ഈ ഒരു ജോബ് ചെയ്യാൻ എംപ്ലോയീസിന് എന്തെല്ലാം ക്വാളിറ്റീസ് വേണം എന്നുള്ളത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറ്റുകയാണ് എന്ത് ജോബ് സ്പെസിഫിക്കേഷനിൽ ചെയ്യുന്നത്.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജോബ് അനാലിസിസ് എന്നുള്ള സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. സെക്കൻഡ്, ജോബ് ഇവാലുവേഷൻ. Job evaluation is the process of evaluating one job to another to measure the worth job. Salary should be given according to the worth of the job. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ജോബിനെ കുറിച്ച് സ്റ്റഡി ചെയ്തു. ഇനി ആ ജോബിനെ ഇവാലുവേറ്റ് ചെയ്യണം. മറ്റുള്ള ജോബുകളെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഈ ജോബിൻ്റെ വർത്ത് വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ആ ഒരു സ്റ്റെപ്പാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജോബിന് എത്രത്തോളം വാല്യൂ ഉണ്ട്, വർത്ത് ഉണ്ട്, അതിൻ്റെ ബേസിലാണ് നമ്മൾ സാലറി പ്രൊവൈഡ് ചെയ്യുക. തേർഡ് വൺ, വേജ് സർവേ. Wage or salary survey are conducted to find out wage or salary levels prevailing in the region or industry for similar job. നമ്മുടെ ഓർഗനൈസേഷൻ ഓഫർ ചെയ്യുന്ന ജോബ് നമ്മളെപ്പോലെ തന്നെയുള്ള മറ്റു ഓർഗനൈസേഷൻ ഉണ്ടാവും, നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള വേറെ ഓർഗനൈസേഷൻ ഓഫർ ചെയ്യുന്നുണ്ടാവും. അവിടെ എത്ര വേജാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എത്ര സാലറിയാണ് ഓഫർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിനാണ് നമ്മൾ വേജ് സർവേ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, pricing job structure. Pricing job structure. After job evaluation and wage survey, prices are determined for each job. നമ്മളെപ്പോലുള്ള ഓർഗനൈസേഷൻ അതേ ജോലിക്ക് എത്രയാണ് ഓഫർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു സർവേ നടത്തി അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ജോബിൻ്റെയും പ്രൈസ് ഇടുക, എന്ന് വെച്ചാൽ വേജ് നമ്മൾ കണക്കാക്കുക. ഫിഫ്ത്ത് വൺ, ഡെവലപ്പിംഗ് വേജ് സ്ട്രക്ചർ. After considering the factors like ability to pay, productivity, cost of living, etc., a suitable wage structure should be developed. ഇപ്പോൾ നമ്മൾ ഏകദേശം നാലാമത്തെ സ്റ്റെപ്പിൽ ഏകദേശം ഒരു വേജ് നമ്മൾ അവിടെ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോലുള്ള മറ്റു ഓർഗനൈസേഷന് കൊടുക്കുന്ന വേജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വേജ് അവിടെ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് ഓർഗനൈസേഷൻ്റെ കപ്പാസിറ്റി നോക്കണം, കോസ്റ്റ് നോക്കണം, എംപ്ലോയീസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന സാലറി, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതുപോലെ ഗവൺമെൻറ് പോളിസി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം പുതിയൊരു വേജ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ടത്. സിക്സ്ത് വൺ, മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻറ്റ്. ഇനി നമ്മൾ ഏത് മെത്തേഡ് പ്രകാരമാണ് വേജ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക. ഇപ്പോൾ രണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടൈം വേജ്, പീസ് വേജ്. അപ്പോൾ ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ ഡിറ്റർമിൻ ചെയ്യണം. നമ്മുടെ ഓർഗനൈസേഷൻ്റെ നാച്ചറിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഏത് സിസ്റ്റമാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സെവൻത്ത് വൺ, ഇവാലുവേഷൻ ഓഫ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ. ഇവാലുവേഷൻ ഓർ ഫോളോ അപ്പ് ഓഫ് വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷൻ ഷുഡ് ബി കണ്ടക്റ്റഡ്. അപ്പോൾ ഈ മെത്തേഡ് നമ്മൾ ഡിസൈഡ് ചെയ്ത ശേഷം ഈ വേജ് ആൻഡ് സാലറി അഡ്മിനിസ്ട്രേഷനെ ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വേജ് ഒരിക്കലും ഒരുപാട് ലോയും ഒരുപാട് ഹൈ ആവാൻ പാടില്ല. എംപ്ലോയീസ് ചെയ്യുന്ന എഫേർട്ടിന് ഈക്വൽ ആയിട്ടുള്ളൊരു വേജ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം, ഒരു ഫോളോ അപ്പ് കണ്ടക്ട് ചെയ്യണം. ഇത്രയാണ് പ്രോസസ് ഓഫ് വേജ് ഡിറ്റർമിനേഷൻ.